അപ്പൊ നിങ്ങളുടെ അനുഭവത്തോടെ ആരൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മനസ്സിലായത്? ആ കുഴപ്പമില്ല, ഉള്ളവര് ആ ഇവിടെ രണ്ട് കുട്ടി സാക്കൾ ഉണ്ടല്ലേ. മതി കുട്ടി സാക്കൾ ഇപ്പൊ തന്നെ മൊബൈലില്ല. എന്റെ ദൈവമേ, നിങ്ങളെന്താ ബാക്ക് ബെഞ്ച് എടുത്ത്? സാധാ വരണമെന്നുള്ള വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. വണ്ടി ടൂറിൽ എല്ലാവരുടെ ഒപ്പം ഒന്നിച്ച് പോവുക, വരിക, സന്തോഷത്തോടുകൂടി പിരിയാന്നുള്ളതൊക്കെ വളരെ ആഗ്രഹം. ഹസ്ബൻഡിന്റെ പേര് പുഷ്പരാജ്, മോയുടെ പേര് സബിൻ, മോള് എയ്ന. ഞങ്ങള് 2008 ഇവിടെ വന്നത്. ഒരു സിനിമ റിലീസ് ചെയ്തല്ലോ, പറയേ. കരിമളന്റെ ഒരു സിനിമ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുണ്ട്. മോന്റെ പേരോ? ആ എല്ലാവരും കാണണം. വൈഫിനെ ആരും കണ്ടിട്ടില്ല. എന്റെ പേര് സൗദാമിനി. എനിക്ക് 2 പിള്ളേരാണ്. എന്റെ മൂത്ത മോള് ഇപ്പൊ പാർട്ടിയിൽ ജോലി ചെയ്യുന്നു. ഇളയത് പഠിച്ചോണ്ടിരിക്കുക. ഞാൻ 64 നമ്മുടെ നാന്നപ്പള്ളിയുടെ മെഡിക്കൽ ക്യാമ്പിന്റെ ആത്മാവും പരമാത്മാവും ഒക്കെ ആണ്. നമ്പർ പറ, എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഈ മെഡിക്കൽ ലാബിൽ എന്താ ചെയ്യുന്നത് അവിടെ? നമ്മൾ ഉപയോഗിക്കാത്തോണ്ടൊരു വിറവിലുണ്ട് കേട്ടോ, അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണേ. പക്ഷെ വാക്കുകളിലൊന്നും ഒരു വിറവിലോ ഒന്നും കണ്ടില്ലല്ലോ. ആ ശരിയാണത്. വീഡിയോ എടുക്കുന്നുണ്ട്, ആവശ്യമില്ലെങ്കിൽ ഉപയോഗിക്കാം. ആ വീട് തന്നെയാണ്. എൻ്റെ കുട്ടികൾ രണ്ടുപേരും വളർത്തില്ല. എൻ്റെ പേര് ഗിരിജ ഗോപാലകൃഷ്ണൻ. എന്നാറ് 8 താമസിക്കുന്നു. എഴുന്നേറ്റൊന്നുമില്ല, ബാക്കിയുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട്. ഞാനാണ് ഗിരിജ എന്നൊക്കെ പറഞ്ഞാലും മതി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉഷ. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് വിമൽ കുമാർ. ഞാൻ NRA 173A താമസിക്കുന്നത്. ഞങ്ങള് ഒരു 2005 വന്നിരുന്നു. ഇവിടെ ഷാരി അമ്പലത്തിന്റെ അടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എടപ്പള്ളിയിലായിരുന്നു താമസം. അത് കഴിഞ്ഞ് മോള് 12th ആയപ്പം ഇവിടെ ഈ ഭവൻസ് എരൂരില് ഇങ്ങോട്ട് മാറി. എരൂരിലാണ് താമസിക്കുന്നത്. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 8 years ആയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ട്. എന്ത് ചെയ്യുന്നത്? ഞാൻ ബേസിക്കലി ഒരു ടീച്ചറാണ്. 2025 വരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പം പോകുന്നില്ല, ടെമ്പററിക്ക് ജസ്റ്റ് ബ്രേക്ക്. അതെ, ബ്രേക്ക്. താങ്ക് യു. എന്റെ പേര് ദീപ. പേര് ബാബു. 2 മക്കളുണ്ട്, ശ്രീലക്ഷ്മി, പാർവതി. NRA 44 താമസിക്കുന്നു. 20 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അജിത സത്യൻ. 16 താമസിക്കുന്നു. പ്രോപ്പർ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര. ഹസ്ബൻഡിന്റെ സ്ഥലം കുറ്റിയാടി. ഞങ്ങൾക്ക് 2 മക്കള്, അരുൺ സത്യൻ, അതുൽ സത്യൻ. സത്യൻ കൊച്ചി ഷിപ്പ്യാർഡിലായിരുന്നു. ഒക്ടോബർ 31 റിട്ടയറായി. ഞാൻ SBIയിലെ പേട്ട ബ്രാഞ്ചിൽ ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ഹരിദാസ്. ഞാൻ NRA താമസിക്കുന്നു. ഞാൻ ഡ്രൈവറാണ്. ബാക്കി അത്ര ഇനി വലിയില്ല. ഹലോ,
എൻ്റെ പേര് വിജയലക്ഷ്മി ഹരിദാസ്. ഞങ്ങൾ 98 ഇവിടെ താമസമായതാണ്. പിന്നെ എനിക്ക് 3 കുട്ടികളാണ്, 2 പെൺകുട്ടിയും 1 മകനും. 3 പേരും ചെറിയ ജോലികളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകണു. ഈ കുട്ടികൾ അതെ, മൂത്ത മോള് ഒരുവിധം തരക്കേടില്ലാണ്ട് ഡാൻസ് ടീച്ചറായിട്ട് പോണു. എൻ്റെ മരുമകളും പ്രഭാത സ്കൂളിൽ വർക്ക് ചെയ്യണം. മകൻ സപ്ലൈക്കോല് ജോലി പോകണം. രണ്ടാമത്തെ മകള് പ്രൈവറ്റില് നന്ദിക്കല് മെഡിസിൻ്റെ ഡീലറിൽ ജോലി ചെയ്യുന്നു. മരുമക്കളും അതുപോലെ അവർ സപ്പോർട്ട് ചെയ്ത് നന്നായി എല്ലാവരും പോകുന്നു. കുട്ടികളുമായിട്ട് ഞങ്ങൾ ഇവിടേക്ക് വരണമെന്ന് ആഗ്രഹിച്ചതാണ്. അതിൽ സാധിച്ചതിൽ വളരെ സന്തോഷം. എൻ്റെ പെൺകുട്ടികളുടെ അമ്മയാണ്, അവിടുത്തെ അമ്മയാണ്. ഞങ്ങൾ വരുന്നിടത്തൊക്കെ അവരെ വീട്ടിൽ ഞങ്ങൾ പോകും. അവര് പോകുമ്പോ ഞങ്ങളെ കൊണ്ടുപോകും. അങ്ങനെയാണ്. പേര് ഓക്കെ. പേരെന്താ? പേര് പറഞ്ഞു കേട്ടില്ല. എത്രയാ പഠിക്കുന്നേ? സ്കൂള് മോനെ ഉറക്കെ പറയും. പഠിക്കുന്നത് ആയിട്ടില്ല. അടിപൊളി. ഒന്ന് നോക്കൂ. സ്കൂളിന്റെ തൊട്ടടുത്ത് ഞാൻ പനങ്ങാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറായിരുന്നു. 80 ജോലിക്ക് കയറിയതാണ്. 2014 റിട്ടയർ ചെയ്തു. 2 പെൺകുട്ടികളാണുള്ളത്. മൂത്ത ആള് കോയമ്പത്തൂരിൽ താമസിക്കുന്നു. കൊച്ചുമോളുണ്ട്, 6ാം ക്ലാസ്സിലായി. രണ്ടാമത്തെ മോള് ഇപ്പോൾ PhD എല്ലാം കഴിഞ്ഞ് ഡോക്ടറേറ്റ് കിട്ടി. ഗുരുനാനക് യൂണിവേഴ്സിറ്റി ഹൈദരാബാദിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. പുള്ളി ഫെഡറൽ ബാങ്കിലായിരുന്നു, റിട്ടയർ ചെയ്തു. അങ്ങനെ എല്ലാവർക്കും ഞങ്ങൾ 2000 വന്ന് താമസം തുടങ്ങിയതാണ് ഇവിടെ. പിന്നെ ഇടയ്ക്ക് കുറച്ച് നാൾ വേറെ പോയി താമസിക്കേണ്ടി വന്നേ ഉള്ളൂ, വീടൊക്കെ ഒന്ന് പുതുക്കി പണിയാനായിട്ട്. അന്ന് മുതൽ എല്ലാവരെയും കുറേ പേരൊക്കെ അന്നതിൻ്റെ നല്ല പരിചയമാണ്. സ്കൂളിലേക്ക് പോകുന്ന വഴിക്കൊക്കെ നല്ല പരിചയമാണ് എല്ലാവരെയും, കുറേ പേരെയൊക്കെ. എല്ലാവർക്കും ഇന്ന് നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ പേര് അനിൽകുമാർ. ഞാൻ താമസിക്കുന്നത് ഹിൽ പാലസിൻ്റെ അടുത്താണ്. അസോസിയേഷൻ സെക്രട്ടറി ശ്രീ EN സോമൻ്റെ അനന്തരമുള്ള ഹസ്ബൻഡാണ് ഞാൻ. ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ശ്രീ ഉഷ ജി ഗോവിന്ദ് ദമ്പതികൾ എൻ്റെ ഒരു പഴയകാല സുഹൃത്തുക്കളാണ്. എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊള്ളുന്നു. ഗോവിന്ദൻ പേര്, എൻ്റെ വൈഫിൻ്റെ പേര് ഉഷാകുമാരി KG. 2 മക്കൾ പെൺമക്കളാണ്. മൂത്തവളുടെ പേര് വിനുമാൾ, അവൾ IT മേഖലയിൽ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ കുട്ടി കാർത്തിക, അവൾ CAക്ക് പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ ഇപ്പമാക്സ് എന്ന കമ്പനിയിൽ മാനേജറായിരുന്നു. ഇപ്പോൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുകയാണ്. വേറെ പണിയൊന്നുമില്ല. പിന്നെ NRA ആദ്യത്തെ പ്രസിഡന്റ് ഞാനായിരുന്നു. അന്ന് മുതൽ NRA ഓരോ ദിനംതോറും നല്ല നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ NRAയിൽ തന്നെ ഉണ്ട്. സുഖമില്ലാത്ത കാരണം പൊതുകാര്യങ്ങളിലൊന്നും ഏർപ്പെടാറില്ല. എല്ലാവർക്കും എൻ്റെ പേര് ജോളി. നന്നപ്പള്ളി കടവിൽ താമസിക്കുന്നത്. 3 കുട്ടികളാണ്. ഭാര്യ എന്നൊക്കെ ആയിരുന്നു കൗൺസിലർ ആയിരുന്നു. അതൊക്കെ നമുക്ക് അറിയേണ്ടതല്ലേ. എന്റെ പേര് ശാന്ത, എന്റെ ഭർത്താവിന്റെ പേര് വിൽസൺ. ഞങ്ങൾ താമസിക്കുന്നു. എനിക്ക് 2 പെൺകുട്ടികളുണ്ട്. 2 പേരും കല്യാണം കഴിച്ച് മൂത്തവൾ എന്റെ വീട്ടിലുണ്ട്. കൗൺസിലറിന്റെ അമ്മ എന്നോട് പറഞ്ഞേക്ക്. എന്റെ കൗൺസിലറിന്റെ സവിത. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്റെ പേര് ഉഷ. ഞാൻ ആവണി തിരുവാതിര ടീമിലെ ഒരു അംഗമാണ്. അടിപൊളി. അത് സന്തോഷിക്കേണ്ട കാര്യമല്ലേ അതല്ലേ. വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒന്ന് പറഞ്ഞു അവരൊക്കെ പേര്. അതൊന്ന് പറഞ്ഞേ. അവരുടെ പേര് പറയൂ. ഞങ്ങള് ലക്ഷ്മി, പരിമള, സൗദാമിനി, ഞാൻ.
ദിവ്യ ഞങ്ങള് 5 പേരുണ്ട് ആവണത്തിലുള്ള. ആ നല്ല കാര്യം, നല്ല കാര്യം. അടുത്ത കളി എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അടുത്ത കളി ഇഷ്ടംപോലെ ഉണ്ട്. അടുത്തത് മാർച്ച് 30 ശ്രീകൃഷ്ണ ടെമ്പിൾ ഏരൂർ. പിന്നെ ഏപ്രിൽ 17 പുതുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രം. എന്റെ അമ്മേ, ഇനിയുണ്ട്. ഇനി വരുമ്പോ ഞങ്ങളുടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞങ്ങളുടെ ടീച്ചറ് അംബികാ സോമന്റെ മോളാണ്. സോബി സോമൻ. പിന്നെ സ്വന്തമായിട്ട് ചിപ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, അത് പറഞ്ഞു ഇവിടെ. ഇന്നേ മുന്നോട്ട് വരികയും പ്രവർത്തന രംഗങ്ങളിൽ കൂടുതലായിട്ട് മുഴുകുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് അത് കുറച്ചൊക്കെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ അഭിപ്രായമാണ്, കുറച്ചൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ നിയന്ത്രിക്കുകയാണെങ്കിൽ അത് നിയന്ത്രണാതീതമായി മാറില്ല. അപ്പം മാർച്ച് 8 വനിതാ ദിനം ആചരിക്കുന്നത് മുത്തൂറ്റ് ട്രവേഴ്സ്, തൃപ്പൂണിത്തുറ മുത്തൂറ്റ് ട്രവേഴ്സിൽ മാർച്ച് 8 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്കാണ്. ഒരു അസോസിയേഷൻ്റെ അംഗങ്ങൾ എന്ന നിലയിൽ നമ്മൾ ട്യൂറയുടെ ഒരു ഭാഗമാണ് എന്നതുകൊണ്ടും നിങ്ങളെ ഏവരെയും ആ വനിതാ ദിന ആഘോഷത്തിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു, എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്യുന്നു. വസിക്കുന്നവരിൽ സാമൂഹ്യ സേവനവും വൈദ്യസഹായവും അവർക്ക് വിദ്യ പകർന്നു നൽകുകയും ചെയ്യുന്ന ഡോക്ടർ സലില മുള്ളനാണ്. ഏവരെയും അവരുടെ സംഭാഷണം കേൾക്കാനും കൂടെ സ്വാഗതം. എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു, എന്നാലും പറയാം. ഇവര് പ്രശാന്ത്, ഞാൻ ഇപ്പോ അസോസിയേഷന്റെ ട്രഷററാണ്. ഈ പേപ്പർ മേലും കാണുമ്പോൾ അറിയാലോ. സ്വന്തം സ്വദേശം തൃശ്ശൂരാണ്. ഇവിടെ എരൂര് വന്ന് താമസം തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷമായി. കുടുംബത്തില് ഭാര്യ ചിത്ര, 2 കുട്ടികൾ അനുഷ്, അനന്ത്, എല്ലാവരും ഈ യാത്രയിലുണ്ട്. അത്ര തന്നെയുള്ള ഞാൻ വി ഗാർഡിൽ ജോലി ചെയ്യുന്നു. ഏകദേശം 20 വർഷത്തിൽ കൂടുതലായി. വെണ്ണലയാണ് ഓഫീസ്, IT ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ടൂറിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ടൂറ് വളരെയധികം സന്തോഷപ്രദമായി എല്ലാവരും ആസ്വദിക്കാനും ഉല്ലസിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൺസെഷൻ കിട്ടാം, കൺസെഷൻ തരാം, മേടിക്കണം. ഇവിടെ പലർക്കും മേടിച്ച് കൊടുത്തിട്ടുണ്ട്, അതുപോലെ മേടിക്കാം. ആവശ്യം മാനേജ്മെന്റിന്റെ ഇതായതുകൊണ്ട് അവർക്ക് അതിനകത്ത് സാമ്പത്തിക വശങ്ങൾക്ക് നോക്കേണ്ടതുണ്ട്. നേരത്തെ അവര് ഫുഡും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ടിക്കറ്റ് ചാർജ് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അത് ഫീസിബിൾ അല്ലാതെ വന്നപ്പോൾ അവരത് മാറ്റി. ഇപ്പോൾ എൻട്രൻസ് ഫീസ് മാത്രം 25 നോൺ പെയ്ഡ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റൈഡുകളും ഒരു 4-5 പെയ്ഡ് റൈഡുകളുമാണ് അവിടെ ഉള്ളത്. പോയവരുടെ എല്ലാ ഫീഡ്ബാക്കും വളരെ എക്സലൻ്റ് ആണ്, നല്ല റേറ്റിംഗ് ആണ്. പിന്നെ നമുക്ക് ഇതൊക്കെ ഉപരിയായിട്ട് നമ്മൾ ആ സ്ഥലം സെലക്ട് ചെയ്യാനുള്ള കാരണം നമുക്ക് വളരെ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു 1/4 മണിക്കൂർ യാത്ര ചെയ്താൽ കൂടുതലും പേര് നമ്മുടെ കുട്ടികളും പ്രായമായവരൊക്കെ ആയതുകൊണ്ട് കൂടുതൽ യാത്ര ചെയ്ത് തളർന്ന് മാമലക്കണ്ടം പോലെയുള്ള സ്ഥലത്ത് പോകണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ നമ്മൾ ആ ട്രിപ്പ് നമ്മൾ അറേഞ്ച് ചെയ്യണം. അത് നമ്മൾ ആദ്യം ഒരു ചെറിയൊരു സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ നമ്മുടെ അടുത്ത ജില്ലയായ കോട്ടയം ജില്ലയിലെ വടക്കേറ്റത്ത് കിടക്കുന്ന കടുത്തുരുത്തിയിലുള്ള ഈ റിസോർട്ട് നമ്മൾ ഈ ഒരു പാർക്ക് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട അംഗം ലക്ഷ്മിയുടെ സുഹൃത്ത് പറഞ്ഞ പോലെ പലരും ഇത് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു സ്ഥലമാണെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അറിവ്. പോയവർ പിന്നെയും പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണെന്നാണ്. നമുക്ക് അത്രയൊന്നും അമിത വിശ്വാസത്തിലൊന്നും പോകണ്ട. നമുക്ക് സാധാരണ കൊടുത്ത കാശിനെങ്കിലും മുതലാകും എന്നുള്ള വിശ്വാസം ഉണ്ടെന്ന് പറയാം. പക്ഷെ അത് പെയ്ഡാണ്. വെജിറ്റബിൾ മീൽസിന് 126 രൂപയാണ്. ആർക്കെങ്കിലും സ്പെഷ്യല് മീനോ ഇറച്ചിയൊക്കെ വേണേൽ കിട്ടും. എല്ലാം അപ്പനെയാണ്. അപ്പൊ ആ ഒരു വിവരം
അതുകൊണ്ട് തന്നെയല്ല, ഇപ്പം നേരത്തെ പിന്നെ നമ്മുടെ അജിത പറഞ്ഞ പോലെ നമുക്ക് അവിടെ ഇങ്ങേറ്റം ചെറിയൊരു ഡ്രിങ്ക്സ് പോലും അനുവദിക്കില്ല, ചെറിയ മിനറൽ വാട്ടർ പോലും അനുവദിക്കില്ലെന്നാണ് അവർ പറഞ്ഞത്. ഒന്നാമത്തെ പ്രധാന കാര്യം പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. അവർക്ക് അല്ലെങ്കിൽ ഈ പാർക്കിന് പണിഷ്മെന്റ് വരും. കാര്യം നമ്മളിപ്പം കുറച്ച് മിനറൽ വാട്ടറിൻ്റെ കൊണ്ടുപോയാൽ, കാരണം നമുക്കൊക്കെ ആവശ്യമാണല്ലോ വെള്ളം. ആ വെള്ളം കുടിക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരു 3-4 ഡസൻ മിനറൽ വാട്ടറിൻ്റെ കുപ്പി കരുതാമെന്ന് കരുതിയപ്പോൾ അവർ പറയുന്നത് പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. നമ്മളത് ഓരോരുത്തരും ഓരോ കുപ്പി വാട്ടർ ബോട്ടിലും കൊണ്ടുപോകും. അത് നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മൾ കുടി കഴിയുമ്പോഴത്തേക്ക് അത് എവിടെയെങ്കിലും വലിച്ചെറിയും. അപ്പോൾ അത് നിരോധിത മേഖലയാണ്. അത് എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് നമ്മുടേതായിട്ടുള്ള ബോട്ടിൽ, വാട്ടർ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ നമുക്കവിടെ വെള്ളം ശേഖരിച്ച് കുടിക്കാവുന്നതാണ്. കാര്യം നമുക്ക് വെള്ളം കുടിക്കേണ്ട അത്യാവശ്യമാണ്. മാക്സിമം വെള്ളം നമ്മൾ കുടിക്കണമല്ലോ. ദാഹിച്ചു മോഹിച്ചു ചൂടാൻ പോത്തൊരു താമരമാലയണി എല്ലാ ദേവി ശ്രീദേവി തേടി വരുന്നു നിൻ ദേവാലയ തേടി വരുന്നു. അമ്പല നടയിലും കണ്ടില്ല, പിന്നെ അരയാൽ കരയിലും കണ്ടില്ല. അമ്പല നടയിലും കണ്ടില്ല, നിന്നെ അരയാൽ കരയിലും കണ്ടില്ല. ആശ്രമവനത്തിലും കാവിലും കാവിലും കണ്ടില്ല. ദേവി ശ്രീദേവി തേടി വരുന്നു നിന്റെ വാലയവാതിൽ തേടി വരുന്നു. ഓക്കെ, പറഞ്ഞോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വലിയ പാട്ടുകാരിയൊന്നും അല്ല കേട്ടോ, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പാട്ടും ഡാൻസും കളിക്കുന്ന കൂട്ടത്തിലാണ്. ഏതെങ്കിലും പ്രോഗ്രാം വരുമ്പോൾ മാത്രമേ ഞാൻ ചെയ്തു പോകാറുള്ളൂ. പിന്നെ ഞാൻ ആക്ച്വലി ഒരു സബ്ജക്ട് ടീച്ചർ ആയതുകൊണ്ട് സ്കൂളിലായാലും പഠിപ്പിക്കണമല്ലോ. ഡാൻസ് ആയാലും പാട്ടായാലും അവർക്കുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്തു കൊടുക്കേണ്ടതാണ്. അപ്പം അങ്ങനെ കുറേ വർഷമായിരുന്നു. ഇപ്പം വീട്ടിലാണ്, ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഞാൻ പറയാണ്, ഞാനൊരു നമ്മുടെ ഏതായാലും പൂർണ്ണത്രേശന്റെ മണ്ണിൽ നിന്നല്ലേ നമ്മൾ വന്നേ. അപ്പൊ ദൈവത്തിന്റെ നാമത്തിലൊരു പാട്ട് പാടാം. അതിന് ശേഷം സിനിമാ പാട്ടുകൾ പാടാം കേട്ടോ. തെറ്റുകളുണ്ട്, ക്ഷമിക്കണേ. പൂർണ്ണത്രൈശം ആശ്രയേ അക്ഷയ സീതയേ പൂർണ്ണ ബ്രഹ്മ രൂപിണം പരേ പൂർണ്ണ ബ്രഹ്മ രൂപിണം പരേ പൂർണ്ണദയാരസ പൂർണിതലോചനം ആത്മഹാഭക്ത ഭാവിതമശുരം തീർത്ഥപദം കവിതായകം വൈകുണ്ഠാദീപം വിഭുതഗണാർച്ചിതം വൈകുണ്ഠാദീപം വിഭുതഗണാർച്ചിതം ശ്രീലളിതാംബിക സോദരം പൂർണ്ണത്രൈശം ആശ്രയേ അക്ഷയ തുറന്നിരിക്കാം.
വിട്ടയേക്കുന്നു വിശ്വസംസ്കാര വേദിയിൽ പുത്തനാം നടത്തുകയാണു ഞാൻ. വിശ്വസംസ്കാര വേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ. നിങ്ങൾ കണ്ടോ ശിരസുയർത്തിപ്പായും കുതിരയെ ചെമ്പൻ കുതിരയെ. എന്തൊരു ഉന്മേഷമാണതിൻ കൺകളിൽ, എന്തൊരുത്സാഹമാണതിൻ കാൽകളിൽ. കോടി കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ ശക്തികൾ. വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ട് വെട്ടി നേടിയതാണതിൻ സിദ്ധികൾ. മന്ത്രമായൂരഞ്ചിയലാജന കോടി കോടി ശതാബ്ദങ്ങൾ മുൻപൊരു കാടിനുള്ളിൽ വെച്ചെന്റെ പിതാമഹർ കണ്ടതാണ് കുതിരയെ കാട്ടുപുൽ തണ്ടു നൽകി വളർത്തി മുത്തശ്ശിമാർ. കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ കേട്ടുപാടി പഠിച്ച മുത്തശ്ശിമാർ. കോടി കോടി ശതാബ്ദങ്ങൾ മുൻപൊരു കാടിനുള്ളിൽ വെച്ചെന്റെ പിതാമഹർ കണ്ടെടുത്തതായി കുതിരയെ കാട്ടുപുൽ തണ്ടു നൽകി വളർത്തി മുത്തശ്ശിമാർ. ഒന്ന് പറഞ്ഞോളൂ, എന്ന് പറഞ്ഞു ആർക്കും വേണ്ട. എത്തിയതായിരുന്നു. ഡ്യൂട്ടിയൊക്കെ തീരും. തീം പാർക്ക് 30 ഏക്കർ. അറിയാമെന്ന് പറഞ്ഞു. ടിക്കറ്റില്ല, ടിക്കറ്റ് ശേഷം മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നടക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നമുക്ക് റിക്ഷ പെയ്ഡ് ആവുന്നത് 4 പേരുടെ സീറ്റ് കപ്പാസിറ്റിയാണ് റിക്ഷയുള്ളത്. ടിവിക്കകത്ത് കാണിക്കുന്നുണ്ട് 4 പേർക്ക് റിക്ഷയുള്ള രീതിയിലാണ് 250 രൂപയാണ് റിക്ഷയുടെ ചാർജ് വരുന്നത്. ഗൈഡിന് ശേഷമാണ് നമുക്ക് ബാക്കി വരുന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. 90% ആക്ടിവിറ്റീസ് നമുക്ക് ഈ കൊറോണ കാലത്ത് ഇൻക്ലൂഡിംഗ് ആണ്. എക്സ്ട്രാ വരുന്നത് മാത്രമാണ് ഡെയിലി സ്ക്രീനിൽ കാണിക്കുന്നത്. ഈ കാണിച്ചിരുന്ന ഔട്ട്സൈഡ് ബോട്ടിക്കാണ് 20 ബെഞ്ച് വരുന്നൊരു ഷിക്കാര ബോട്ട് മോഡൽ, ഹൗസ് ബോട്ട് മോഡൽ ചെറിയ ബോട്ടാണ് വരുന്നത്. അതുപോലെ ട്രെയിനർ ബസ്സിൽ നോൺ സ്റ്റോപ്പ് റൈഡ് വരുന്നത് ഇതാണ് റിക്ഷ കാണിച്ചിരുന്നത്. നടക്കാൻ വേണ്ടിയിട്ടുള്ളവർക്ക് എടുക്കാനായിട്ട് പറ്റുന്ന റിക്ഷ 4 പേരുടെ സിറ്റിംഗ് കപ്പാസിറ്റി. ബസ് ട്രെയിന് ഇത് കർണാടക ബസ്, അതുപോലെ ടോയ് ട്രെയിൻ വരുന്നുണ്ട്. 10 മിനിറ്റ് പാർക്കിനകത്ത് റൈഡ് ചെയ്ത് പാർക്കിംഗ് ചെയ്ത് യൂസ് ചെയ്ത ശേഷം പോകുന്നതിന് മുന്നേ റൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബസ്സോ ട്രെയിനോ എടുക്കാം. പിന്നെ അത് അടച്ചിരുന്ന ട്രോഫിയുടെ തിയേറ്ററാണ്. റോളർ കോസ്റ്റർ റൈഡ് പോകുന്ന 10 മിനിറ്റ് വരുന്ന ആനിമേഷൻ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ക്ലേ കൊണ്ട് ഒരു ഫോട്ടോ മേക്കിംഗ് വരുന്നുണ്ട്. ഫോട്ടോ മേക്ക് ചെയ്യാം, ചെയ്ത് കൊണ്ടുപോകാം ചെയ്യുന്നില്ല. അതിൻ്റെ അടുത്ത് 100 രൂപയാണ്. ടിക്കറ്റിൽ ഇൻക്ലൂഡായി വരുന്നത് സ്വിമ്മിംഗ് പൂൾ, ആർച്ചറി, ഷൂട്ടിംഗ്, ഫെഡൽ ബോൾ, ബാസ്കറ്റ് ബോൾ,
സൈക്ലിംഗ്, വർക്കൗട്ട്, കിഡ്സ് പാർക്ക്, മുഗൾ റൈഡ്, ഗോൾഫ്, വാച്ച് ടവർ. എക്സ്ട്രാ പേയ്മെന്റ് വരുന്നത് ഈ റിക്ഷ, ബസ്, ട്രെയിന്, ഷിക്കാര, ബോട്ടിംഗ്, ചൊള്ളി തിയേറ്റർ, ഫുഡ് ഐറ്റംസ്. ഇവിടെ കാണുന്ന ഗ്രീൻ ബിൽഡിംഗ് ആണ് റെസ്റ്റോറന്റ്. ഫുഡിന് ടൈം തന്നിട്ടുണ്ട്. ആദ്യം ഒരു പേപ്പർ കൂടി ഉണ്ട്. ഒരാൾക്ക് 1 മണിക്കൂർ നേരത്തേക്ക് 100 രൂപയാണ് ചാർജ്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ കൂടെ ഗൈഡ് ഉണ്ടാകും. ഗൈഡിങ്ങിനെ നടന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് റിക്ഷ സൗകര്യമുണ്ട്. ഒരു റിക്ഷ 4 പേർക്ക് യൂസ് ചെയ്യാം. 250 രൂപയാണ് ചാർജ് വരുന്നത്. ബസ്സും ട്രെയിനും ജസ്റ്റ് റൈഡിംഗ് ആയിട്ടേ ഉള്ളൂ. അത് ഗൈഡിങ്ങിന് ശേഷം എടുക്കുക. പാർക്കിന്റെ ക്ലോസിംഗ് ടൈം 5 മിനിറ്റാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ എടുത്തിരിക്കുന്ന എൻട്രി ടിക്കറ്റിൽ സൈക്ലിങ്ങും വർക്കൗട്ടും 1/2 മണിക്കൂർ വീതം സൗജന്യമായി ഉപയോഗിക്കാവുന്നതാണ്. അതിനായി 100 രൂപ അഡ്വാൻസ് ഡെപ്പോസിറ്റായി സൈക്കിൾ കമ്പനിയിൽ ഏൽപ്പിക്കേണ്ടതും 1/2 മണിക്കൂറിന് ശേഷം സൈക്കിൾ തിരികെ ഏൽപ്പിക്കുമ്പോൾ അഡ്വാൻസ് ഡെപ്പോസിറ്റ് തിരികെ നൽകുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ അഡ്വാൻസ് ഡെപ്പോസിറ്റ് തിരികെ വാങ്ങാൻ മറന്നു പോവുകയാണെങ്കിൽ പിന്നീട് ആംബുലൻസ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അത് തിരികെ നൽകുന്നതാണ്. നടന്നു കാണാൻ എല്ലാവർക്കും മാംഗോ വിലാസം ടീ ഷോപ്പാണ്. ദീപ ഇങ്ങോട്ട് വരുമോ? അങ്ങോട്ട് പോയല്ലേ? അത് പിന്നീട് കാണിക്കുക വരും. അതെ, നമുക്കിഷ്ടമുള്ള വാങ്ങുന്നത് വീണ്ടും കാണാം. ഇന്ത്യയുടെ ഭൂപടം ഇതൊക്കെയാണ് ആ സ്റ്റേറ്റിലെ, ഓരോ സ്റ്റേറ്റിൻ്റെ അവിടെയുള്ള പ്രധാനപ്പെട്ട മരങ്ങളാണ് വച്ചുപിടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ മീനൂട്ടുപാലാണ്. മീനൂട്ടിനെ പറ്റി ഒരു ചെറിയ ഐതിഹ്യമുണ്ട്. അതായത് ഭാരതീയ ആചാരങ്ങളും വിശ്വാസങ്ങളും പ്രകാരം മീനൂട്ടുക എന്നതൊരു പുണ്യപ്രവൃത്തി നേർച്ചയുമായിട്ടാണ് കരുതപ്പെടുന്നത്. മീനൂട്ടുന്നതിലൂടെ നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ കാഠിന്യം കുറയുമെന്നും അതുവഴി പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ ഒന്നാണ് മത്സ്യം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ചില ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും മീനൂട്ട് നടത്തി വരാറുണ്ട്. നമ്മൾ ഈ നടന്നു പോകുന്ന ഈ പാലം ഉണ്ടാക്കിയിരിക്കുന്നത് 1 രൂപയുടെ കോയിൻ കട്ട് ചെയ്തെടുത്തതിന്റെ പാല ഷീറ്റാണ് കേട്ടോ. ആ നടന്നു പോലെ ഇവിടുന്ന് ആ ഗൈഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ മിണ്ടാതെ പോകുന്നത്. ഇനി ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ ഞാൻ 1 മണിക്കൂർ നേരം നിങ്ങളുടെ കൂടെ മിണ്ടിയാ പോകുന്നത്. മീനൂട്ടുപാലാണ് നമ്മൾ ഈ കണ്ടുപിടിക്കുന്നത്. കട്ടിയുടെ ഷീറ്റ്. എന്ന് തരലേട്ടോ, ഈ മൊബൈല് മീൻ തിന്നും. അതിന് കാശിൽ വാങ്ങിക്കോ. എന്ത് മീനാത്? ആവോലി. ആവോലി കരിമീൻ, സിലോപ്പിയൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും ഫുഡ് വേണേ ഇതൊക്കെ ഇട്ട് കൊടുക്കാം. മീൻ ആവോലിയൊക്കെയാണ്. ആവോലിനെ ഈ പാട്ടൊക്കെ വെച്ച് ആൾക്കാർ കേൾക്കാൻ ഉണ്ടാവൂലേ? ആകെ ആവശ്യന്മാരാണ്. മാനസമേനെ പാടുന്ന ആൾക്കാരാണ്. ആവോലി. അത് വാങ്ങിച്ചു കൊടുക്കാം. എന്ന് വെച്ചാൽ എത്ര വലിപ്പം ഉണ്ടാവില്ല സാധാരണ അല്ലേ?
ഈ മീൻ എന്താ ചെയ്യുന്നത്? ആവോലി ആവോലി നമുക്ക് ആവോലി ആവോലി 12:45. ഞങ്ങളൊന്നും ചെയ്യണ്ടല്ലോ, അവിടെ റെഡി ആയിരിക്കുമല്ലോ. ഫുഡ് റെഡിയാ? വേണ്ട, ഫുഡ് നമുക്ക് അവിടെ തന്നെ 12 മണിക്ക് മുക്കാലേ ആ സമയത്ത് അവിടെ ചെന്നാൽ മതി. എല്ലാവരും ഒന്നിച്ച് ചെല്ലണേ. പോകാം നമുക്ക്. മൂവ് ചെയ്യാം. അടുത്തൊരു ചെയ്യണമെങ്കിൽ ഇപ്പൊ ഞങ്ങൾ വണ്ടി എടുക്കണം. നല്ല പാട്ടുകളാണല്ലോ. ഐശ്വര്യ സമ്പത്തൊക്കെ വർദ്ധിച്ചു വരുന്നതിനുള്ള ഒരു ഐതിഹ്യമുള്ള ഒരു മെഡിസിൻ പ്ലാന്റ് കൂടിയാണ് ആ കാണുന്ന നീലക്കൊടുവേലി. ഏതാണ് ഏതാണ്? നീലക്കൊടുവേലി. ഐശ്വര്യ സമ്പത്ത് ഇത് ഈ റോഡിന്റെ പേര് സലിമലി റോഡ് എന്നാണ്. ഇന്ത്യൻ ബേഡ്സ്മാൻ. അതുകൊണ്ട് തന്നെ ഈ റോഡ് ചെന്നെത്തുന്ന ഒരു ബേഡ് സാഞ്ചുറിയിലേക്കാണ്. പിന്നെ PS വാര്യർ റോഡ്, AKG റോഡ്, ഡോക്ടർ അബ്ദുൽ കലാം റോഡ് നടന്നു പോകുമ്പോൾ കാണാം നിരവധി പ്രഗത്ഭരായ വ്യക്തികളുടെ പേരാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ അടുത്ത ഭാഗത്ത് കാണുന്ന കിംശിബ. കിംശിബ എല്ലാവർക്കും അറിയാമായിരിക്കും. രാമായണ ഇതിഹാസത്തിലെ രാവണൻ സീതാദേവി അപകരിച്ചു വന്ന ഐതിഹ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. അത് സീതാദേവി രാമനെ കാണാൻ ദുഃഖിക്കുന്നത് ഈ വൃക്ഷത്തിന്റെ ചോട്ടിലാണ്. കിംശിബ എന്ന് പറയുന്ന വൃക്ഷമാണ് ഈ കാണുന്നത് കേട്ടോ. സീതാദേവി ഇരുന്നത് അശോക വനത്തിലെ കിംശിബയുടെ ചോട്ടിലാണ്. അപ്പൊ രണ്ടാണോ? ഇതുവരെ അശോക എന്ന് പറഞ്ഞു. ആ കാണുന്ന ചുമന്ന ഉതളാണ്, വിഷക്കായാണ്. ഇതിന്റെ ഇലയ്ക്ക് ഒരു മണമുണ്ട്. അപ്പൊ മൃഗങ്ങളൊന്നും അടുത്ത് വരുന്നില്ലെന്നാ പറയുന്നത്. ഈ മരത്തിന്റെ പേരാണ് കടുവ പിടുക്കൻ. നിൽക്കുന്ന സപ്തോഡിയ. കൊതുക് അങ്ങനെ ചെറു പ്രാണികളൊക്കെ അതിന്റെ പൂവിനുള്ളിലേക്ക് ആകർഷിച്ച് നിർവീര്യമാക്കാനുള്ള ഒരു കഴിവുണ്ട് ആ മരത്തിന്റെ പൂവിന്. ആ മരത്തിന്റെ പേരാണ് സപ്തോഡിയ. ഈ കാണുന്ന ബോട്ടിങ്ങിന്റെ ഏരിയ പെഡൽ ബോട്ടാണ്. ടിക്കറ്റ് ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ബോട്ട് തിരിച്ചു വന്ന് ബോട്ടേ കയറാം. 2 പേര് പുറകെ ഇരുന്ന് ചവിട്ടണം. 4 പേർക്ക് കയറാവുന്ന സൈസ് ബോട്ടുണ്ട് കേട്ടോ. പോയിട്ട് വരാം. 1 മണിക്കൂർ ദൂരം കഴിഞ്ഞ് വരാം. ഇവിടെ ഇറങ്ങാൻ സ്റ്റാഫ് ഉണ്ട്. അവരെ ഇറക്കി വിടും. നമ്മൾ തന്നെ തുഴഞ്ഞു വരണം. കുട്ടവഞ്ചി അല്ലേ? ഇതും എല്ലാവർക്കും അറിയായിരിക്കും. കടുക്ക, നെല്ലിക്ക, താനിക്ക. അതിന്റെ 3ന്റെയും കായ്കളുടെ തോടാണ് നമ്മൾ ആയുർവേദത്തിൽ ത്രിഫല ചൂർണ്ണം, ത്രിഫല കൂട്ടൊക്കെ ആയിട്ട് എടുക്കുന്നത്. അത് ചുമയ്ക്കും കഫക്കെട്ടിനൊക്കെ ആയുർവേദത്തിൽ മെഡിസിനാ. ഈ 3 പ്ലാന്റും കൂടെ കൂടിയാലേ ഉള്ളൂ ത്രിഫലയാവുള്ളൂ. പ്ലാന്റ് അല്ല, പ്ലാന്റിന്റെ തോലി. നമുക്കിവിടെ ഒരു നേഴ്സറി ഉണ്ട്. അത്യാവശ്യം തൈകളും ചെടികളൊക്കെ 5 മണിക്ക് ശേഷം ഇഷ്ടമുണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങാം. നേഴ്സറി ഉണ്ട് കേട്ടോ. പിന്നെ അതിന് പുറകെ നിൽക്കുന്ന അങ്കോല, മുള്ളുള്ള പ്ലാന്റ്. അതിന്റെ പ്രത്യേകത പേപ്പട്ടി വിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ ആയിട്ട് ആയുർവേദത്തിൽ അങ്കോലത്തിന്റെ വേരെടുക്കുന്നുണ്ട്. ആ പ്ലാന്റ് ആണ് അങ്കോലം. പിന്നെ ഈ മരം കടമ്പാണ്. കടമ്പിന്റെ പ്രത്യേകത അറിയായിരിക്കും. ശ്രീകൃഷ്ണൻ പണ്ട് ഗോപശ്രീയുടെ ചേല കെട്ടു തൂക്കിയ മരമാണ് കടമ്പ്. പിന്നെ മറ്റു മരങ്ങളെ അപേക്ഷിച്ച് അതിന് ശീലങ്ങൾ കൂടുതലുണ്ടെന്നുള്ളതാണ് കടമ്പിന്റെ പ്രത്യേകത. ഇത് കടമ്പ്, ശ്രീകടമ്പ്, നീലക്കടമ്പ് എന്നൊക്കെ പറയും. കടമ്പ് മരം. സ്ഥലമാണ്. ഇഷിങ്ങേരി താഴെയാണ്. നമുക്ക് ചൂണ്ടിയിടാൻ സംവിധാനം ഈ ഭാഗത്താണ് ഉള്ളത്. പോയിട്ട് തിരിച്ചു വന്ന് മീൻ പിടിക്കാം. കിട്ടുന്ന മീനെ കൊണ്ടുപോവാം. കർപ്പൂരത്തിന്റെ പ്ലാന്റ് ആണ്. ഇതിന്റെ പശയാണ് നമ്മൾ കർപ്പൂരത്തിന് എടുക്കുന്നത്. കർപ്പൂരം ഇതാണ് കേട്ടോ കർപ്പൂരം.
പിന്നെ ഈ ആര്യവേപ്പ് പോലെ നിൽക്കുന്ന ലക്ഷ്മി തരൂ, ഇത് എല്ലാവരും വീടുകളിലുണ്ട്. അതിന്റെ ഉപയോഗം മെഡിസിന ലക്ഷ്മി തരൂ. ലക്ഷ്മി തരൂ ഇത് 10 കിലോ വെയിറ്റ് ഉള്ള ആൾക്ക് 3 ഇല വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഈ പ്ലാന്റിന്റെ പേരാണ് ലക്ഷ്മി തരൂ. കേരളത്തിൽ എല്ലായിടത്തും പിടിക്കും. എല്ലാവരും അത്യാവശ്യം റണ്ണിങ്ങിലുള്ള പ്ലാന്റ് ലക്ഷ്മി തരൂ. പിന്നെ ഈ കാണുന്ന പ്ലാന്റ് നഞ്ചാണ്. നഞ്ച് കലക്കി മീൻ പിടിക്കുക. നഞ്ച് എന്തിനാ നാനാഴി എന്നൊക്കെ നമ്മൾ പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട്. ഈ പ്ലാന്റ് ആണ് നഞ്ച്. ഈ കിടക്കുന്ന കായാണ് നഞ്ചിങ്ക. ഇതിന്റെ കായാണ് പണ്ട് കാലത്ത് മീൻ പിടിച്ചോണ്ടിരുന്നത്. കപ്പക്കായ പോലത്തെ ചെറിയ കായ കേട്ടോ നഞ്ചിന്റെ. അതാണ് നഞ്ചിങ്കായ. നമുക്ക് ടിക്കി ലിങ്ക്രൂലുള്ള പബ്ലിക് പൂളിന്റെ ഫ്രണ്ടിലാണ്. ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്ന പൂളാണ്. മാംഗോ ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്ന പൂള്. ഇതിന്റെ ഫീറ്റ് 7.5 4 സമയം 7:30 4. പിന്നെ 4:45 മുന്നേ വരണം. പ്രസും വേണം. കോട്ടന്റെ സ്ഥലമല്ല, പോളിസ്റ്റർ നൈലോൺ വേണം. ഡ്രസ് കൊണ്ടുവരാത്തവർക്ക് ഫ്രണ്ടിൽ ഒരു ഷോപ്പ് ഉണ്ട്. അവിടുന്ന് ഡ്രസ് വാങ്ങി സ്വിമ്മിങ് നടത്താം. ആ കൈ പിടിച്ചെന്നാ നമ്മുടെ പാർക്കിൽ 22 കോട്ടേജ് ഉണ്ടെന്ന്. അതിന് 4 പ്രീമിയം കാറ്റഗറിയിൽപ്പെട്ട കോട്ടേജാണ്. ബെഡ്റൂമിന് ഫിഷ് ഫീഡിംഗ് നടത്താനും കാണാനും സംവിധാനം ഓപ്പൺ കോട്ടേജാണ് മാംഗോ. ഈ മീൻ തീ കൊടുക്കാനാണോ റൂം എടുത്ത് വെക്കട്ടെ? സംരക്ഷിക്കുക എന്നുള്ളതാണ്. കാറിന്റെ കൈക്കുള്ളിൽ നമ്മുടെ പാർക്കിലെ മരങ്ങളും ചെടികളും എല്ലാം സുരക്ഷിതമാണ് എന്നുള്ളൊരു ചെറിയ മെസ്സേജ് അതിനകത്ത് നൽകുന്നത്. അതാണ് കൈക്കുള്ളിൽ മരം നട്ടു വെച്ചിരിക്കുന്നത്. അതിനുള്ളിൽ നിൽക്കുന്ന മരം അത്തിയാണ്, കാട്ടത്തിയാണ്. കഴിക്കാവുന്നല്ല, ഭക്ഷ്യയോഗ്യമല്ല കേട്ടോ. അത്തിയാണ്. സാറിന്റെ പേരെന്താ പറഞ്ഞത്? കുര്യൻ സാറിന്റെ കൈ. ഞങ്ങൾക്കൊരു എ പി കുര്യൻ ഉണ്ടായിരുന്നു. എ പി കുര്യൻ അല്ലേ? ഇടപ്പിരി വലമ്പരി മെഡിസിൻ പ്ലാന്റാ. ചിലവർക്കൊക്കെ അറിയാം. വയറുവേദനയ്ക്ക് ഓരമരുന്നൊക്കെ ആയിട്ട് അവർക്ക് കൊടുത്തോണ്ടിരുന്നത്. ഇത് ഇടംപരിയോ വലമ്പരിയോ? അല്ല ഒന്നല്ലേ? നിങ്ങളൊന്നും കേൾക്കലുണ്ടോ? ചിക്കാര. ഇതിന് നമുക്ക് പേയ്മെന്റ് ഉള്ളതാ. ഒരു 25 മിനിറ്റ് കൊണ്ട് ബോട്ട് യാത്ര നടത്തി തിരിച്ചു വന്നെങ്കിൽ പെർഫെക്റ്റ് 100 രൂപ ടിക്കറ്റ് ഉണ്ട്. എടുത്തിട്ടുണ്ടോ ടിക്കറ്റ്? നമുക്ക് കഴിഞ്ഞിട്ടല്ലേ കഴിച്ചിട്ട് വരാം. അല്ലെ നമുക്ക് സമയം കിട്ടിയല്ലേ. ഇപ്പൊ തന്നെ 11 മണിയായി. നമുക്ക് ഫുഡിന് മുന്നേ നമ്മുടെ തീരും. അപ്പൊ തീരുവാണെന്നുണ്ടെങ്കിൽ സമയത്തിന് ഇങ്ങോട്ട് വന്നിട്ട് കയറിയിട്ട് ഫുഡ് കഴിക്കാൻ പോകാം. എളുപ്പ വഴി പറഞ്ഞു തരാം കേട്ടോ. ഒരു അരമണിക്കൂറിനുള്ളിൽ 25 മിനിറ്റോളം ഉണ്ട്. 25 മിനിറ്റ് ഓടിക്കാനുണ്ടാവും. പിന്നെ ഈ ലെഫ്റ്റിൽ കാണുന്ന കോട്ടേജ് ആണ് പാഡി. ഡീലിസ് കാറ്റഗറിപ്പെട്ട നെല്ലിനങ്ങളുടെ പേരായിട്ടുള്ള പാഡി ഫീൽഡാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ഇവിടെ 10 റൂമുണ്ട്. ഈ 10 റൂം ഓപ്പൺ ആണ്. ഇത് വിത്ത് പൂളോട് കൂടിയ കോട്ടേജാണ്. ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം. അതിന്റെ ഒരു കോമൺ പൂളുണ്ട് കേട്ടോ. ഈ വിഷമൂലിക്ക് എന്താ പ്രത്യേകത? കേളും പഴുതാരൊക്കെ കുത്തുമ്പോ ഇത് വെള്ളം തിളപ്പിച്ച് ഒഴിച്ചാൽ പെട്ടെന്ന് ഇതുപോലെ തന്നെ ഒരു പഴുതാര ചെടിയുണ്ട്. അത് വേറൊരു സ്ഥലത്തുണ്ട്. വാദംപുലി അത് വാദത്തിന് നാൽപ്പത്തിനാല് പേരും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരാണോ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്? ഹൗസ് ബോട്ടിന് കുറച്ച് പേരേ ഉള്ളൂ. ഇവിടേക്ക് എളുപ്പവഴിയുണ്ടോ? ഈ ഒരു വഴി തന്നെ വരണോ? ഇതിപ്പോ നമ്മള് ഫുഡ് കഴിക്കാൻ ചെല്ലുമ്പോഴത്തേനും അതിൽ കൂടെ ഇങ്ങനെ വരുമ്പം ഒരു സർപ്പക്കാവും വാച്ച് ടവറാണ് നമ്മുടെ ലാസ്റ്റ് എൻഡ്. അപ്പൊ വാച്ച് ടവറിന് 2-3 മിനിറ്റ് നടന്നാൽ ഇങ്ങോട്ട് വരാം.
അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഇത് എപ്പോഴാ തീരണെന്ന് അറിഞ്ഞിട്ട് അതനുസരിച്ച് പറഞ്ഞുതരാം. ഓക്കെ സ്പീഡ് നടക്കുവാണെന്നുണ്ടെങ്കിൽ പതുക്കെ പോയാൽ മതി. ഈ കാണുന്ന വലിയ 4 മരങ്ങൾ കാണാം. ഇത് നാൽപ്പാമരമാണ്. പേരാൽ അരയാലൊക്കെ 4 പാലിച്ചിരിക്കുന്ന മരങ്ങളാണ് നാൽപ്പാമരം. ഇതിന്റെ തൊലിയാണ് നമ്മൾ ആയുർവേദത്തിൽ നാൽപ്പാമരം സോപ്പ് തൈല വെണ്ണയൊക്കെ ഇതിൽ നിന്ന് എടുക്കുന്നത്. പിന്നെ പണ്ട് കാലത്ത് തൊലി എടുക്കാറുണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനൊക്കെ. 4 കൂടെ ഒരു തീമാക്കി നട്ടുപിടിപ്പിച്ചിരിക്കാൻ നാൽപ്പാമരം വഞ്ചി എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത് കേട്ടോ. അത് ശരിക്കും നാടൻ ഭാഷയിൽ അത്തി അറിയാൻ പേരാണ്. വാലന്റൈൻസ് ഗാർഡനാണ്. മുളകൾ കാണാം. മഞ്ഞമുള, കറുത്തമുള, ഓടമുള, ലാത്തിമുള. വാലന്റൈൻമാർക്കൊക്കെ പോകാം. പിന്നെ അവിടെ ഒരു സ്റ്റാച്യു കൂടെ കാണാം. ലൗട്രിയാണ്. ഇത് കോൺക്രീറ്റ് ആണ്. അത് പാതി മനുഷ്യന്റെ പാതി പ്രകൃതിയുമാണ് ആ കാണുന്നത്. പിന്നെ വളർന്നു വരുന്ന ഒരു പുതിയ തലമുറയാണ്. താഴെ ഒരു കുഞ്ഞു കുട്ടിയെ കാണാം. ഈ ഭാഗം മുഴുവൻ വാലന്റൈൻസ് ഗാർഡൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. മഞ്ഞമുള എല്ലാവർക്കും അറിയാം, കടലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. കറുത്തമുള ആദിവാസികളൊക്കെ പുള്ളി വെട്ടാനും കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നു. ഓടമുള ഉണ്ടാക്കുന്ന മുളയാണ് നടുക്ക് നിൽക്കുന്നത്. ഓടമുള എന്ന് പറയും. ഏതോ ഓടമുള ഫോട്ടോ എടുത്ത് പോകുന്ന വഴിക്ക് ഓടമുള ഏതാണ് അത്ര വലിപ്പമുള്ള ഇതായിരിക്കും. അമ്മ ഇത് വെച്ചിട്ട് നോക്കി. കൃഷ്ണന്റെ ഓടപ്പള്ളി ഉണ്ടാക്കണാണ്. അത് എന്താ പറഞ്ഞത്? ഓട അവിടെയൊക്കെ മറ്റേ ചതച്ച് നമ്മുടെ ഇതുണ്ടാക്കൂലേ. എനിക്ക് കുറച്ച് പൊക്കം കൂടുതലുണ്ട്. മുന്നിലോട്ട് ചേട്ടാ ചേട്ടാ ഇവിടെ പാർക്കിൽ വന്നേക്ക്. ഫോട്ടോ എടുക്കണവരെ ഫോട്ടോ എടുക്കും. അതൊക്കെ മതി. കറി തോരൻ വെക്കാൻ എടുക്കും. മുള്ളൻ ചക്കാന്ന് പറയും. ഈ കടച്ചക്കയല്ല. ശ്രീനാരായണ ഗുരു ശിഷ്യന്മാർ. ശ്രീകൃഷ്ണൻ വെണ്ണ കട്ടുകൂട്ടിച്ചത് ഇതിന്റെ ഇല കൊണ്ടാണോ പറയുന്നേ? കൃഷ്ണൻ ആല്. ഇതിന്റെ ഇല മൂപ്പാവുന്നോറും കുമ്പിള് പരിവാകും. അതാണ് ഈ ആലിന്റെ പ്രത്യേകത. കൃഷ്ണൻ ആലെന്ന് പറയും. കൃഷ്ണൻ ആല്, ആല് കുമ്പിള് വരെയാവും അല്ലേ? കൊറോണയ്ക്ക് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത ഇത്രയും നമുക്കില്ലായിരുന്നു. കൊറോണ സമയത്ത് വെള്ളം കയറിയായിരുന്നു. അല്ല മറ്റേ വെള്ളപ്പൊക്ക സമയത്ത് കൊറോണ ഫ്ലഡിന്റെ സമയത്ത് കയറിയായിരുന്നു 18-ല്. ഇത് ഏത് വർഷം സ്റ്റാർട്ട് ചെയ്തത്? 2003 ഇതിന്റെ പണികളൊക്കെ തുടങ്ങി. 22 വർഷത്തോളമായി. 20 വർഷം മുന്നേ 22 വർഷം മുന്നേ നട്ടു കൊടുത്തിയ മരങ്ങൾ ഓപ്പൺ ആക്കി കൊടുത്തിട്ട് 10 വർഷം. അതിനുള്ളിൽ വെള്ളപ്പൊക്കവും കൊറോണ വന്നപ്പോൾ കാർ കടത്തി. എന്തോ ആച്ചമര പ്ലാന്റ്സ് നമ്മളെ പിടിപ്പിച്ച് തന്നെ ഉള്ളൂ കേട്ടോ. പള്ളിമന്താരം ഇറങ്ങിയ തെഞ്ഞും. അതുകാരണം നമുക്ക് ഉച്ച കഴിഞ്ഞാലും വെയിലാവുകയാണെങ്കിൽ അതിൽ കൂടെയൊക്കെ ഇറങ്ങി നടക്കാം. അത് വേണോ? ശിവഗംഗയാ. അതെ അതെ വാഴക്കൊല. പിങ്കായ സ്ഥലം കഴിഞ്ഞു കൊടുക്കുമോ സാറേ? ഒന്ന് മാറിക്കോട്ടെ. കറുത്ത പെണ്ണേ.
കഴിവുണ്ട് ഈ മരത്തിന്. ആദിവാസികളൊക്കെ ഉൾക്കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഈ മരത്തിനെയാണ് ആശ്രയിച്ചിരുന്നത്. അതായത് ഇത് വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ എന്നിട്ട് പൂളും മണ്ണും കൊണ്ട് തിരിച്ചടച്ചു വെച്ച് കഴിഞ്ഞാൽ മരത്തിന് കേടുപാടൊന്നും സംഭവിക്കില്ലെന്നാണ് പറയുന്നത്. കരിമരുന്ന് അഥവാ മാത്തി എന്ന് പറയും. ഈ കാണുന്ന പശകമരം ചാവറേറ്റിന്റെ കാലത്ത് പണ്ടുകാലത്തൊക്കെ പൊട്ടിക്കാൻ വേണ്ടി ഇത് കായ്ക്കുള്ളിലെ പശയാണ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത്. പശകമരം. ഇതിന് പുറകിൽ നിൽക്കുന്ന സർവ്വസുഗന്ധി, അത് സ്പൈസസ് നമുക്ക് അറിയാലോ അല്ലേ, സർവ്വസുഗന്ധി. പിന്നെ ഈ ലെഫ്റ്റ് കാണുന്ന ഏറുമാടം കോട്ടേജ്, ഞാൻ പറഞ്ഞത് 2 പേർക്ക് താമസിക്കാവുന്ന കപ്പിൾസ് കോട്ടേജ്. ഈ കാണുന്ന ഏറുമാടം, അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം. അതുകൊണ്ട് വെറും 2000 രൂപ മാത്രം. ഇത് ചിലപ്പോൾ 2000 ആയിരിക്കും, ചിലപ്പോൾ 2500 ആയിരിക്കും, ചിലപ്പോൾ 3000. അതൊരു സീസണാ കേട്ടോ. പിന്നെ ആ ചേട്ടൻ ഞങ്ങളുടെ സ്റ്റാഫാണ്, ഫ്ലൂട്ട് വാങ്ങിക്കുന്ന ആളാ. 10 തൊട്ട് 5 വരെ ഫ്ലൂട്ട് വാങ്ങിക്കാനുണ്ടാവും. സൈക്കിളൊക്കെ എടുക്കാൻ പറ്റുന്നവർക്ക് സൈക്കിൾ എടുത്ത് കറങ്ങി വരാം. പിന്നെ നടന്നു വരാൻ പറ്റുന്നവർക്ക് നടന്നു വന്ന് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഇവിടെ രാമചന്ദ്രനൊക്കെ നമുക്ക് അറിയാവുന്ന പ്ലാൻസ് ആണ്. ബസ്സൊക്കെ ഇടല്ലേ? നമുക്ക് വെറുതെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ബസ് ട്രെയിനും പോകുന്നൊന്നും പറഞ്ഞിരിക്കല. ഈ പെരിഞ്ചീരകം ഇലയൊക്കെ ഉള്ളിയിട്ടും പെരിഞ്ചീരകം. ഈ കാണുന്ന സഫേദ് മുസ്ലിം നാടൻ വയ്യാഗ്ര ചെടി ഏതാണ്? നടക്കുള്ളത് അല്ലേ? പുതിന നമുക്ക് നാട്ടിൽ മുസ്ലിം ചെടി. സഫേദ് മുസ്ലിം നാടൻ വയാഗ്ര. നീരും വേദനയും വെക്കൊക്കെ പെട്ടെന്ന് മാറും. പഴുതാരച്ചെടി അല്ലേ? പഴുതാര കുത്തുമ്പോ ഇവിടെ വരാം. ഇത് നേരിൽ അരച്ചു പറ്റുമോ? മതിയാ? എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് പെൻഡാസ് ചെടിയല്ലേ, സാധാ ചെടി. നടുവേദനയ്ക്ക് ഉപയോഗിക്കുന്നത്. നടുവേദന കറി വെച്ച് കഴിക്കാൻ പാടില്ലേ? അത് ഇടിച്ചു പിഴിഞ്ഞ് ഇട്ട് പൊടിച്ചിട്ട് ശർക്കര ഇട്ട് തളയിലിട്ട് അടയും. അങ്ങനെ അടയാക്കി കഴിക്കണം അല്ലേ? ആഫ്രിക്കൻ മല്ലിയില മല്ലിയില ആഫ്രിക്കൻ മല്ലിയില. ഇത് സാധാരണ തോരൻ വെച്ച് കഴിക്കില്ലേ ചങ്ങനം വരണ്ട? നീലാമരി ദീപ ഞങ്ങള് പിടിച്ചുണ്ടാക്കിയെടുത്ത വേഗം പോയി കിട്ടൂല. ഞാനും പിടിപ്പിച്ചിട്ട് നല്ല ഉറക്കം കിട്ടും. പോയി അങ്ങടെ കേശവർദ്ധിനി. എന്താ എന്റെ പേരെന്താ? എന്റെ വീട്ടിലുണ്ട് കേശവർദ്ധിനി. ഭീമൻ മല്ലിക്കായ, ബീഗ മല്ലിക്കായ, ദിഗ മല്ലിക്കായ. ഇതായിരിക്കുമല്ലേ? നാഗവെറ്റില. അറിയാമോ നാഗവെറ്റില എന്തിനു ഉപയോഗിക്കണം? നാരകം കണ്ട? പടുകപ്പുളിയനാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. പടുകപ്പുളിയനാണ്. മധുര തുളസി. വരം പറിച്ചെടുത്ത് എടുക്കാവോ? എടുക്കാൻ പറ്റുമോ? പുകയില. ഏത് നമ്മൾ ബീഡിക്കൊക്കെ ഉപയോഗിക്കണം. ഇതിന്റെ ഇല അല്ലേ? ഈ പഴനി പോകുമ്പോ വലിയ തോട്ടത്തിൽ കണ്ടിട്ടുണ്ട്.
രാഗിജീര മരച്ചീര സൗഹാർദ്ദച്ചീര അല്ല വഴുതനങ്ങ അല്ല നക്ഷത്ര പൂച്ചെടി ഈ സാധനം എന്തെന്നാ വഴുതനങ്ങ തന്നെയാണോ ആണോ വഴുതനങ്ങൾ തന്നെയാണ് കോളിഫ്ലവർ ക്യാബേജ് ആണോ കോളിഫ്ലവർ ക്യാബേജ് ശിക്ഷിക്കുവാൻ പണ്ടു പാവികളാൽ എറിയപ്പെട്ട ചരിത്രം കുതിച്ചു മരിച്ചു ജീവിച്ചവർ മണ്ണിനടിയിൽ കിടപ്പതും സതിയായി നെറ്റിയിൽ നാമക്കുറികളും കണ്ടുകൾ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അത് പിരിക്കണില്ലല്ലോ, അത് പിരിഞ്ഞാൽ ആ അങ്ങനെ മുട്ടിച്ചാൽ മതി അല്ലേ? അത് നമ്മുടെ പുതിയ റെഡിയാണുള്ളത്. റൈഡുകൾ ഫ്രീ ആ. വുഡി പെൻഡുലർ ലിഫ്റ്റ് എന്ന് പറയും. നമുക്ക് തമിഴ് കിടന്നോടെ അങ്ങോട്ട് വരാൻ കുട്ടികൾക്ക് വലിയ ആൾക്കാർക്ക് അല്ലേ കളിക്കാണ് ഗ്രാമശ്രീ മുട്ടക്കൂട് മണിത്താറ പിന്നെ അവിടെ 2 യമു പക്ഷിയെ കാണാം. യമൂന്റെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടി 2ാമത്തെ പക്ഷിയാണ് യമു. ഒരു ഓസ്ട്രേലിയൻ ബേഡ് കൂടിയാണ്. പെൺപക്ഷി മുട്ടയിട്ടിട്ട് ആൺപക്ഷിയാണ് അവിടെ ഇരിക്കുന്നത്. ഒരു മൈൻഡും ഇല്ല. ഈ കൂടിനകത്തായതുകൊണ്ടേ കിട്ടില്ല. യമോണി യമോണി കണ്ട നാടൻ പശുക്കൾ, ചെറിയ പശുക്കൾ. ഇവിടെ നമുക്ക് സൈക്കിൾ എടുക്കാം. അരമണിക്കൂർ സൈക്കിളും ഗോക്കാറ്റും ഫ്രീ ആയിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് ടിക്കറ്റ് ഉള്ളത് അരമണിക്കൂർ. നമുക്ക് 10 മിനിറ്റ് കൂടെ നടക്കാനുണ്ട്. പോയിട്ട് വന്നിട്ട് എടുക്കാവേ. ഈ ഭാഗത്തൊരു കായ കാണാം. ഈ മരത്തിലുണ്ടായി കിടക്കുന്ന കായാണ് അത്. അതിന്റെ പേര് തിരുവട്ടക്കായ എന്നാണ്. അതിന്റെ ഉപയോഗം ഈജിപ്ഷ്യൻ പണ്ടുകാലത്ത് ഭക്ഷണം കഴിക്കാൻ ഒരു പാത്രമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ആ കായ ഒരു 5 ഫാമിലി ഒന്നിച്ച് വന്നാലും ഓരോ ഫാമിലിക്കും സ്റ്റേ ചെയ്യാൻ സംവിധാനമുള്ള കൂട്ടുകുടുംബം. ഓരോ ഫാമിലിക്ക് സ്റ്റേ ചെയ്യാം. ഇത് ലിംക റെക്കോർഡിലുള്ള ബൈബിൾ ശില്പം. ചേരി, കാട്ടുചേരി, കരിഞ്ചേരി എന്നൊക്കെ പറയും. അതിന് പ്രതിവിധി താന്നിയെ വലം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തുണ്ടാകുന്ന അലർജി മാറുമെന്ന് പറയുന്നത്. അതുകൊണ്ട് ചേരും താന്നിയും കൂടെ അരികെ വെച്ചിരിക്കുന്നത്. ചേരും മക്കളും ചെയ്ത പറ താന്നും മക്കളും താന്നു പൊറുക്കണേ. ഈ ഭാഗത്ത് അഷ്ടസുഗന്ധങ്ങളുണ്ട്. കർപ്പൂരം, പ്ലാസ്റ്റിക്, ചന്ദനം, രാമച്ചി, ഇരുവേലിയൊക്കെ ഒരു 8ന്റെ ഷേപ്പ് നിർത്തിയിരിക്കും. അഷ്ടസുഗന്ധങ്ങൾ ഈ ഭാഗത്ത്.
സുഗന്ധങ്ങളായോണ്ട് ചന്ദനം മറ്റേ അന്നാ ഇതിന്റെ വലുതുണ്ടായില്ല തേയില ദശമൂലം അല്ലേ, സമാധാന ഓരില, മൂവില, പൗഡർ പോപ്ട്രി, സുഗന്ധമരമാണ്. സുഗന്ധമരം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഏറ്റവും കൂടുതൽ പെർഫ്യൂമിന് വിലയുള്ളതാണ് ഊതും. ഇതിന്റെ യൂക്കലിപ്റ്റസുമായിട്ട് ഇതിന്റെ ഇല ഒക്കെ വാട്ടിയെടുക്കുന്നതാണ്. മരച്ചീര, മധുരച്ചീര, ചീരമരം. ഞങ്ങൾക്ക് ഉള്ള എല്ലാം ഉണ്ടോ? എന്താ സംഭവം? രാമായണം മഹാഭാരതമൊക്കെ വായിക്കാനുള്ള വന്നിട്ട് ഫുൾ ടവറാണ്. ഒരു ആന പറയലുണ്ട്. ചേച്ചി ഈ വള്ളി ഒന്നുകൂടി പറയോ? അണലി വേഗോ? തൊട്ടിപ്പുറത്തേക്കുന്ന സിന്ദൂരാണ്. എന്നിട്ട് കായ്ക്കുള്ളിലെ പൊടിയാണ് സ്ത്രീകളൊക്കെ പണ്ട് ഇപ്പൊ സിന്ദൂരം എന്താ സിന്ദൂരാണ്? ഒരു സാമ്പിൾ കിട്ടോ? പോരെ പോരെ, പഠിക്കാതെ പോരെ. സ്റ്റെപ്പ് ആയതുകൊണ്ടാണ് ഒരു പേടി. എവറസ്റ്റ് കയറിയ മാതിരി ഉണ്ട് അല്ലേ? ഇതുവഴി വന്നിട്ടാണ് മീനൊക്കെ തീറ്റ കൊടുക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തും.
ബോട്ടില്ല ബോട്ടില്ല. നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കേറാം. എന്താ മനസ്സിലായോ? അങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പാട്ട്. തെറ്റിച്ചാ പാടിയത്. നമ്മുടെ പാട്ടിലല്ല, പാട്ട് സെലക്ഷനില്ല. ഇതിന്റെ ഡ്രൈവിംഗ് എങ്ങനെയാ? നിങ്ങൾ വട്ടം കറങ്ങല്ലേ ഉള്ളൂ. നല്ലൊരു സീനാണ്. ഗ്രൂപ്പാണല്ലോ, നമുക്ക് ഇതുപോലെ ഗ്രൂപ്പിൽ പോകണ്ടേ. ശിക്കാര മീനുകളൊക്കെ പഠിച്ച മീനുകളാ. ചെറിയ മീനല്ല. ശിക്കാര ബോട്ട് യാത്രയാണ് ഈ കാണുന്നത്. 100 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുളിക്കുന്ന കുറച്ച് ആൾക്കാരെ ആകെ ഉള്ളൂ. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. കഴിഞ്ഞു. ഒന്നും സംഭവിച്ചില്ല. AK-47 അല്ല. ഒരു ബലൂണിങ് പൊട്ടിക്കടാ. ഞാൻ കുറെ നേരമായി ഇരിക്കുന്നുണ്ട്. ഒരു ബലൂണിങ് പൊട്ടിക്കാൻ ആരെങ്കിലും പൊട്ടിക്കും. അടിപൊളി വീട് വീട് ഇനി വീട്. തീവണ്ടിക്കകത്ത് എത്ര ആൾക്കാരാണ്? ഇത് കുട്ടികളുണ്ടല്ലേ? ഇതാ നേഴ്സറിയില്ലേ?
ഞങ്ങൾക്ക് കയറാൻ സമയമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം പറയേണ്ടതൊക്കെ ഇനി നഴ്സറിയൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഇറങ്ങി അതെ, അത് നല്ല ഉശിരുള്ള സെക്രട്ടറിമാരൊക്കെ ഉണ്ടാവണം ഞങ്ങളുടെ മാതിരി, കണ്ടില്ലേ? പക്ഷെ ഉള്ളവരൊക്കെ തായ്ലൻഡിലേക്കൊക്കെ പോകും. നമ്മളത് പരമാവധി എന്നാണ് അതിൻ്റെ ഒരു വിവക്ഷ ഇല്ല, മുമ്പേ നിശ്ചയിച്ചേക്കുന്നതാണ്. ഇങ്ങനത്തൊക്കെ മാങ്ങയൊക്കെ ഉണ്ടാവുന്നുണ്ട്. മാങ്ങ ഉണ്ടാകുന്നുണ്ട്. കന്നിമാങ്ങ പരുവത്തിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ ഇതാണ് കന്നിമാങ്ങ. ഏതാ നമ്മുടെ വണ്ടി? അതാ ഇത്. എല്ലാവരുടെയും മനസ്സും വയറൊക്കെ നിറഞ്ഞില്ലേ? വയറഞ്ഞല്ലേ? അത് ആർക്ക് പറ്റി? നല്ല പാട്ട് വരുമ്പോ എടുക്കണ്ടേ? കൃഷ്ണൻ വേണോ മുരുകൻ വേണോ? കൃഷ്ണൻ തന്നെ ആയിക്കോട്ടെ. അയ്യപ്പൻ വേണോ? കൃഷ്ണൻ തന്നെ. ഇഷ്ടമുള്ളത് ഏറ്റവും ഇഷ്ടമുള്ളത്. ശരവണ ഭവനം തിരുമന്ദിരം തന്നൈ സദാ ജപിയെന്നാരേ. ഓം ശരവണ ഭവനം തിരുമന്ദിരം തന്നൈ സദാ ജപിയെന്നാരേ. പുരമെരിந்த பரமன் நெற்றி கண்ணில் உதித்து, புறமெறிந்த பரமன் நெற்றி கண்ணில் உதித்து, போதஸ்வரூபன் பொற்பாதம் தன்னில் பணிது, போதஸ்வரூபன் பொற்பாதம் தன்னில் பணிது. சரவண பவ என்னும் திருமந்திரம் தன்னில் சதா ஜபியன்னாரே. மண்மிசைக்கு வந்துள்ள உதவி பணியை தீர்க்கும் மாயல்லவே இன்பனறியில் தீர்க்கும். மண்மிசைக்கு வந்துள்ள உதவி பணியை தீர்க்கும் மாயல்லவே இன்பனறியில் தீர்க்கும். தன்மதி நீடற்குழி கருணை நிலவுமிடும், தன்மதி நீடற்குழி கருணை நிலவுமிடும். ஷண்முக பிரிய ஷடாட்சர பாவன, ஷண்முக பிரிய ஷடாட்சர பாவன. சரவண பவ என்னும் திருமந்திரம் தன்னை சதா ஜபியன்னாரே. ஓம் சரவண பவ என்னும் திருமந்திரம் தன்னை சதா ജപിയെന്നാരേ. നിത്യതൻ പടി വരെ ഒന്നിനെ കൃതി താഴ്ത്തി പാട്ടുക പൂങ്കുയിലേ, എന്നോമനുറക്കമായി ഉണർത്തരുതേ, എന്നോമനുറക്കമായി ഉണർത്തരുതേ. ഇത് കണ്ടോ? ഐ ലവ്
പുറകിലിരിക്കാൻ പറ്റില്ല. കർച്ചീഫ് എല്ലാവരും ഉണ്ട് കേട്ടോ, വന്നവരൊക്കെ ഉണ്ട്. നോക്കി നിൽക്കണം. വൈക്കം ബീച്ച് ആണ് നമ്മൾ കാണാൻ പോകുന്നത്.